നമസ്കാരം. ടോപ്പ് ടു 90 മിനിറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. ഗോളടിപ്പിച്ചും സാക്ഷാൽ ലയണൽ മെസ്സി ഇന്ന് രാവിലെ ഇന്റർ മിയാമി ലാ ഗാലക്സി മത്സരത്തിലാണ് അദ്ദേഹം തൻ്റെ മികവ് പുലർത്തിയത്. 1-3 ഗോളുകൾക്ക് ഇന്റർ മിയാമി ലാ ഗാലക്സിയെ പരാജയപ്പെടുത്തി. ഇത് ശരിക്കും ഒരു ബാഴ്സ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മത്സരമായിരുന്നു. കാരണം ഇന്റർ മിയാമിക്ക് വേണ്ടി 3 ഗോളുകൾ നേടിയത് മുൻ ബാഴ്സ താരങ്ങളായിരുന്നു. ജോർഡി ആൽബ, ലൂയിസ് സുവാരസ്, പിന്നെ സാക്ഷാൽ ലയണൽ മെസ്സി. അതുകൊണ്ട് തന്നെ ഒരു ബാഴ്സ എഫക്റ്റ് വേണമെങ്കിൽ ഈ മത്സരത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. മറ്റൊരു ശ്രദ്ധേയമായ മത്സരത്തിൽ ലോസ് ആഞ്ചൽസ് FC ന്യൂ ഇംഗ്ലണ്ടിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വിജയം സ്വന്തമാക്കി. ഇനി നമ്മൾ പോകുന്നത് ലാലിഗയിലോട്ടാണ്. ലാലിഗയിൽ ഇന്നലെ ബാഴ്സലോണ വിജയിച്ചിരിക്കുകയാണ്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മലാറോക്കേനെ അവർ പരാജയപ്പെടുത്തുകയുണ്ടായി. 2 റെഡ് കാർഡുകൾ കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു ബാഴ്സ മലോർക്ക മത്സരം. അതിൽ ബാഴ്സയ്ക്കായി ഗോൾ നേടിയത് റാഫീഞ്ഞ, ഫെറാൻ ടോറസ്, ലാമിൻ യമാൽ. ഈ 3 പേരും ബാഴ്സയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തു. മറ്റൊരു മത്സരത്തിൽ ആൽബസ് ലെവാൻഡയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇന്ന് ലാലിഗയിൽ 3 മത്സരങ്ങളാണുള്ളത്. ഒരു മത്സരം നാളെ രാവിലെ വെളുപ്പിനാണ്, ഒരു 12:30 മണി സമയത്താണ് ഒരു മത്സരം വരുന്നത്. ആദ്യ മത്സരത്തിൽ സെൽറ്റ വിയാഗോ ഗെറ്റാഫെ നേരിടും. രണ്ടാമത്തെ മത്സരത്തിൽ അത്ലറ്റിക്കോ ക്ലബ് സെവിയ FCയെ നേരിടും. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്ന് തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്ന ദിവസമാണ്. എസ്പാനിയോളാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് എതിരാളികളായിട്ട് വരുന്നത്. അതുപോലെ മറ്റൊരു ശ്രദ്ധേയമായ മത്സരം ഇന്ന് രാത്രി, നാളെ വെളുപ്പിന് 12:15 UEFA ചാമ്പ്യൻസ് ലീഗ് വിന്നറും UEFA സൂപ്പർ കപ്പ് വിന്നറുമായ PSG തങ്ങളുടെ ലീഗിലെ ആദ്യ മത്സരത്തിന് വേണ്ടി നാൻഡസ് FCയെ നേരിട്ടുകൊണ്ട് ലീഗിലെ ആദ്യ മത്സരം തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത ന്യൂസും കാര്യങ്ങളുമായി വീണ്ടും വരുന്നവരെ ബൈ.